നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. റിയാദിലെ അൽ അഹ്ലിക്കെതിരെ നടന്ന മത്സരത്തിന് മുന്നോടിയായിട്ട് വലിയ രൂപത്തിൽ CR7 ആദരിക്കുകയായിരുന്നു അൽ നസറിന്റെ ആരാധകരും ക്ലബും. അല്ലവാൽ പാർക്കിലെ തിങ്ങി നിറഞ്ഞ ജനക്കൂട്ടം ക്രിസ്ത്യാനോ റൊണാൾഡോ 900 ഗോൾ അടിച്ചതിനെ ഓർമ്മിപ്പിക്കുന്ന വലിയ രൂപത്തിലുള്ള ഒരു ബാനർ പൊക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ ഓൺലി ഹീറോസ് അച്ചീവ് ഗ്ലോറി എന്നുള്ള മറ്റൊരു ബാനറും. അങ്ങനെ അതിമനോഹരമായിട്ടാണ് അവർ CR7 ആദരിച്ചത്. കൂടാതെ 900 എന്നെഴുതിയ ജേഴ്സി അദ്ദേഹത്തിന് ഫെർണാണ്ടോ ഹീറോ കൈമാറുകയും ചെയ്തു. അങ്ങനെ CR7 നേട്ടം അവർ ആഘോഷിച്ചു. പക്ഷേ കളിക്കളത്തിൽ അൽ നസറിന് അത്ര മികച്ചൊരു ദിനമല്ല കടന്നുപോയത്. വീണ്ടും അവർ സ്വന്തം മൈതാനത്ത് പോയിന്റുകൾ ഡ്രോപ്പ് ചെയ്തിരിക്കുന്നു. 1-1 സമനിലയിലാണ് അൽ അഹ്ലിയുമായിട്ട് അവർ പിരിഞ്ഞിരിക്കുന്നത്. അതും അവസാന ഘട്ടത്തിൽ ഒരു ഓൺ ഗോൾ എന്ന് പറയാം. ബസാം അൽ ഹുറൈജിയുടെ കാലിൽ കൊണ്ടിട്ടാണ് സുൽത്താൻ അൽ ഖന്നമിന്റെ ഷോട്ട് വലയിലേക്ക് പതിച്ചത്. അങ്ങനെ ആ ഗോളിനാണ് ഒടുവിൽ അവർ സമനില പിടിക്കുന്നത്. അൽ നസറിനെ സംബന്ധിച്ചിടത്തോളം വറി ചെയ്യാനുള്ള സമയമായി. തുടക്കത്തിൽ തന്നെ പോയിന്റുകൾ ഇങ്ങനെ ഡ്രോപ്പ് ചെയ്യുന്നു എന്നുള്ളത് വൻ തിരിച്ചടി തന്നെയാണ്. നോക്കുക, ഇരു ടീമിലും സൂപ്പർ താരങ്ങൾ ഉണ്ടായിരുന്നു. അൽ നസർ അവരുടെ പുതിയ സൈനിങ് സിമാക്കൻ ആദ്യ 11-ൽ ഉൾപ്പെടുത്തി. സിമാക്കനും ലപ്പോർട്ടും ബെൻഡോയും ബ്രസോവിച്ചും ടാലിസ്കിയും ഒട്ടാവിയോയും സാദിയോ മാനയും പിന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോയും ഒക്കെ അടങ്ങുന്ന വമ്പൻ നിര അവർക്ക് വേണ്ടി കളിക്കളത്തിലേക്ക് ഇറങ്ങി. മറുഭാഗത്ത് ഇവാൻ ടോണി, റോബർട്ടോ ഫെർമിനോ, റിയാദ് മെഹ്റസ്, ഫ്രാങ്ക് കെസ്സി, റോജർ ഇബാനസ്, അതുപോലെ മെൻഡി, ഡെമിഴാല്, അങ്ങനെ വമ്പൻ താരങ്ങളും മറുഭാഗത്തും. രണ്ട് സൂപ്പർ ടീമുകൾ തമ്മിലുള്ള പോരാട്ടമായിരുന്നു. ആദ്യ പകുതി ഗോൾ രഹിതം. 57-ാമത്തെ മിനിറ്റിൽ കെസ്സിയുടെ ഗോളിലൂടെ അൽ അഹ്ലി ലീഡ് എടുക്കുന്നു. ആ ഗോളിന് അവർ വിജയിക്കുമെന്ന് തോന്നിച്ചതാണ്. അൽ നസർ നീക്കങ്ങൾ നടത്തുന്നുണ്ടെങ്കിലും പന്ത് വലയിലേക്ക് എത്തിക്കാൻ അവർ ശരിക്കും ബുദ്ധിമുട്ടി. ടാലിസ്കിയൊക്കെ കളഞ്ഞു കുളിച്ച അവസരങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടമുണ്ടാക്കിയിരുന്നു. ഒടുവിലാണ് സുൽത്താൻ അൽ ഖല്ലമിന്റെ ഷോട്ട് ഡിഫ്ലക്റ്റഡ് ആയിട്ട് വലയിലേക്ക് കയറി 1-1 സമനില പിടിച്ചത് അൽ നസർ. അൽ നസറിനെ സംബന്ധിച്ചിടത്തോളം 3 കളികൾ കളിച്ചിട്ട് ഒറ്റ ജയം മാത്രമേ ഉള്ളൂ എന്ന കാര്യം ശ്രദ്ധിക്കുക. 2 സമനിലകളാണ്. അങ്ങനെ 5 പോയിന്റോട് അവരിപ്പോ 6ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. അൽ അഹ്ലിക്ക് ആവട്ടെ 3 കളികളിൽ നിന്ന് 4 പോയിന്റാണുള്ളത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ്.